ശക്തമായ പോരാട്ടം നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 8-8 എന്ന നിലയിൽ പോകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഇതാ ലീഡ് തിരിച്ചു പിടിക്കുന്നു. അവിടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലം. ഒപ്പത്തിനൊപ്പമൊക്കെ വരുന്ന കാഴ്ച കാണുമ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 6 LDF ലീഡ് ചെയ്യുമ്പോൾ 1 UDF ലീഡുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ LDF-നാണ് ലീഡ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ഫലം വരുന്നതേ ഉള്ളൂ. അതേസമയം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 33 ഡിവിഷനുകളിൽ 1 ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് 14 LDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് 8 28 ഡിവിഷനുകളിൽ 8 ഇപ്പോൾ LDF ലീഡ് ചെയ്യുമ്പോൾ 6 UDF ലീഡ് ചെയ്യുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലും കോട്ടയത്തും LDF-ന്റെ മുന്നേറ്റമാണ്. 23 ഡിവിഷനുകളിൽ 7 LDF 6 UDF ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ ഇതാ ശക്തമായ പോരാട്ടം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 2 LDF 2 UDF. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 27 3 ഫലം വരുമ്പോൾ അവിടെയും LDF ആണ് ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഫലം വരുമ്പോൾ ഇതാ കോഴിക്കോട് LDF-ന്റെ സിറ്റിംഗ് കോർപ്പറേഷൻ ആണ്. അവിടെ 3 LDF ലീഡ് ചെയ്യുന്നു. 1 വാർഡിൽ UDF ലീഡ് ചെയ്യുന്നു. കൊല്ലം കോർപ്പറേഷനിൽ തുടക്കം മുതൽ LDF ലീഡ് ചെയ്യുന്നു. ആ ലീഡ് LDF നിലനിർത്തുന്നു. 7 LDF പോകുന്നു. 2 ഇപ്പോൾ UDF കൊല്ലം കോർപ്പറേഷനിൽ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട നഗരസഭയിൽ അടക്കം ഇപ്പോൾ UDF-ന്റെ ലീഡ് വരുമ്പോൾ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ NDA ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ NDA ലീഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. തൊടുപുഴ മുനിസിപ്പാലിറ്റി, കട്ടപ്പന മുനിസിപ്പാലിറ്റികളിൽ UDF-ന് ലീഡ്. കോതമംഗലത്ത്, ആലുവയിൽ, എറണാകുളം ജില്ലയിൽ UDF ലീഡ് ചെയ്യുന്ന കാഴ്ച കാണുന്നു. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ശക്തമായ പോരാട്ടം. LDF 3 UDF 1 മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് കാണേണ്ട കാര്യം. വലിയൊരു മുന്നേറ്റം കാണുന്നു. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ ചിറ്റൂരിൽ ഇടതിന്റെ മുന്നേറ്റം, പട്ടാമ്പിയിലും ചെറുപ്പുളശ്ശേരിയിലും മണ്ണാർക്കാടും UDF മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഉള്ളത്. എന്തായാലും തൃശൂർ കോർപ്പറേഷനിൽ UDF-ന്റെ വലിയ ആധിപത്യം. 7 UDF മുന്നിട്ട് നിൽക്കുന്നു. 3 LDF. തൃശൂരിൽ UDF ലീഡ് ഉയർത്തുന്നതെന്നാണ് കാണുന്നത്. LDF രണ്ടാമതായി പിന്തള്ളപ്പെടുന്നു എന്നതാണ് കാണേണ്ടത്. NDA 3 അവർക്ക് 3 ലീഡ് ചെയ്യാനായി അവർക്ക് കഴിയുന്നതാണ് കാണേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നു. 7 NDA-യും 5 LDF-ഉം 1 UDF-ഉം നിലനിൽക്കുന്ന ആ രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണക്കുകൾ വരുമ്പോൾ ഉള്ളത്. തൃശൂർ കോർപ്പറേഷനിൽ UDF 7 NDA 6 മാറുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യമായ രീതിയിലേക്ക് കണക്കുകൾ വരുന്നു എന്നതാണ് കാണേണ്ടത്. വന്നുകൊണ്ടിരിക്കുന്നു. NDA മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി വരികയാണ്. പാലക്കാട് നഗരസഭയിലെ വാർഡ് 28-ൽ BJPക്ക് വിജയമെന്നുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. മണപ്പുള്ളിക്കാവ് വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. കൽപ്പറ്റ നഗരസഭയിലെ 2ാം വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. അങ്ങനെ മുന്നേറുകയാണ് ഇടതുപക്ഷം. LDF-ഉം UDF-ഉം NDA-യും തമ്മിൽ കടുത്ത പോരാട്ടം, ത്രികോണ പോരാട്ടം തിരുവനന്തപുരത്ത് നടക്കുന്നു. തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ചെർളായിൽ BJP മുന്നിൽ എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത്. UDF-ന്റെ തേരോട്ടത്തെ സംബന്ധിച്ച് എറണാകുളത്ത് UDF-ന്റെ തേരോട്ടം ആലുവ, കോതമംഗലം, മരട്, തൃക്കാക്കര, ഏലൂർ, പറവൂർ, പെരുമ്പാവൂർ ഇവിടെയൊക്കെ ഒപ്പത്തിനൊപ്പം അങ്ങനെ മുന്നേറുകയാണ്. കാസർഗോഡ് നഗരസഭ BJP UDF ഒപ്പത്തിനൊപ്പം എന്നുള്ള വിവരമാണ്. BJP കാസർഗോഡ് ഒരു നിർണായക ശക്തിയാകുമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ സത്യമാകുകയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ കൂടിയാണ് കാണുന്നത്. ഈ ഒരു നിമിഷത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഓരോ നിമിഷവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൽ UDF കുതിപ്പാണ്. UDF ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ആന്റണി, എങ്ങനെയാണ് വിവരങ്ങൾ? പറയൂ. തൃശ്ശൂർ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലാണെന്ന് പറയാൻ കഴിയും. കാരണം 6 NDA ഉണ്ട്. 6 അതായത് 2ാം സ്ഥാനത്താണ് NDA. അവിടെ UDF 1ാം സ്ഥാനത്താണ് UDF. അതേസമയം നമുക്കറിയാവുന്നതുപോലെ NDAക്ക് കേരളത്തിൽ ആകെയുള്ള ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്, അത് ലോക്സഭയിലുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഇതിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ NDA ഇതാ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ അരമണിക്കൂറുകൾ പിന്നിടുമ്പോൾ NDA തൃശ്ശൂർ കോർപ്പറേഷനിൽ
രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒന്നാം സ്ഥാനത്ത് അവിടെ UDF 9 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം LDF ഇതാ മൂന്നാം സ്ഥാനത്തേക്ക് തൃശൂർ കോർപ്പറേഷനിലേക്ക് മാറുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നു. കൊച്ചി കോർപ്പറേഷൻ ഇതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം, പത്തനംതിട്ട നഗരസഭയിൽ BJP ഭരണം പിടിച്ചിരിക്കുന്നതാണ്. NDA പത്തനംതിട്ട പിടിച്ചിരിക്കുന്നു. പത്തനംതിട്ട നഗരസഭയിൽ NDA ഭരണം പിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആദ്യമായി പത്തനംതിട്ട നഗരസഭയിൽ NDA ജയിച്ചിരിക്കുന്നു. NDA അവിടെ ഭരണം പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് NDAക്ക് വലിയ മുന്നേറ്റം. 8 ഇടങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. ഒരിടത്ത് UDFും 4 ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്കായി LDF മാറുന്നു. LDFിന്റെ സിറ്റിംഗ് കോർപ്പറേഷൻ ആയിരുന്നു തിരുവനന്തപുരം. അവിടെ NDAക്ക് വലിയ മുന്നേറ്റം. 8 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. വലിയൊരു മത്സരം തന്നെ അവിടെ നടന്നു വന്നതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് വലിയ മുന്നേറ്റം. 8 ഇടങ്ങളിൽ NDA, ഒരിടത്ത് UDF, 4 ഇടങ്ങളിൽ LDF. അങ്ങനെയാണ് അവിടുത്തെ മത്സരഫലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഫലങ്ങൾ വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം. ആ രീതിയിൽ വലിയ മുന്നേറ്റം NDAക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ടത്. കോർപ്പറേഷനിൽ NDA മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് 8 ഇടങ്ങളിൽ NDA, ഒരിടത്ത് UDF, 4 ഇടങ്ങളിൽ LDF. ആ രീതിയിലാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ ഒരിടത്ത് LDFും ഒരിടത്ത് UDFും മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും ഗ്രാമപഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 78 ഇടങ്ങളിൽ LDF മുന്നേറ്റം, 63 ഇടങ്ങളിൽ UDF മുന്നേറ്റം. മറ്റുള്ളവർ 7 ഇടത്തും മുന്നേറുന്നു. മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ 24 ഇടങ്ങളിൽ LDFിന്റെ മുന്നേറ്റം, 19 ഇടങ്ങളിൽ UDFിന്റെ മുന്നേറ്റം, 4 ഇടങ്ങളിൽ NDAയും മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷനിൽ 2 ഇടത്ത് LDFും 2 ഇടത്ത് UDFും ഒരിടത്ത് NDAയും മുന്നിട്ട് നിൽക്കുന്നു. NDAയുടെ മുന്നേറ്റം നോക്കുകയാണെങ്കിൽ ഏറ്റവും വ്യക്തമായ ഒരു സാന്നിധ്യം അവർ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിരിക്കുന്നു. കൂടാതെ തൃശ്ശൂരും വലിയൊരു മത്സരം തന്നെ നടന്നു വന്നതാണ് പല സൂചനകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. തീർച്ചയായും ഇത്തവണ തൃശ്ശൂർ പോളിംഗ് പെർസെന്റേജ് കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷനിലാണ് ഇത്തവണ പോളിംഗിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെക്കാളും കുറവായിരുന്നു. ഏതായാലും അത് NDAക്ക് അനുകൂലമാകുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാഴ്ച. ഏതായാലും ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ LDF 1, UDF 1 എന്ന നിലയിൽ കണ്ണൂർ കോർപ്പറേഷൻ UDF അധികാരം കഴിയുന്ന 2 ഇടങ്ങൾ ആകെ ഉണ്ടായിരുന്നത്. ഒരിടത്ത് മാത്രമാണ് UDFിന് അധികാരമുണ്ടായിരുന്നത്, കണ്ണൂരാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് LDF UDFും. തിരുവനന്തപുരമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുവനന്തപുരം നഗര കോർപ്പറേഷനിൽ 8 ഇടത്ത് NDA, ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന കോർപ്പറേഷൻ. തലസ്ഥാനം പിടിച്ചാൽ സംസ്ഥാനം പിടിച്ചു എന്നൊരു ചൊല്ലുണ്ട്. അതാ ഇപ്പോൾ കോർപ്പറേഷനിൽ NDAയുടെ മുന്നേറ്റമാണ്. 8 ഇടത്ത് NDA മുന്നേറുമ്പോൾ തൊട്ടുപിറകെ 2ാം സ്ഥാനത്ത് LDF ആണ്, 3ാം സ്ഥാനത്താണ് UDF. കഴിഞ്ഞ തവണയും UDF 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ 1ാം സ്ഥാനത്ത് LDF ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ അരമണിക്കൂറുകളിൽ NDAയുടെ മുന്നേറ്റമാണ് കാണുന്നത്. ഇതാ NDA MV ശ്രേയംസ് കുമാറിന്റെ വാർഡിൽ NDA ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും JDU നേതാവ് MV ശ്രേയംസ് കുമാറിന്റെ വാർഡിൽ ഇതാ BJP ജയിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് 1ാം വാർഡിൽ UDFിന് ജയം എങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും UDFിന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. എല്ലാ നഗരസഭകളിലും പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ LDFിന്റെ ലീഡ്, ജില്ലാ പഞ്ചായത്തുകളിൽ LDF മുന്നേറുന്നു, ഗ്രാമപഞ്ചായത്തുകളിൽ LDF മുന്നേറുന്നു, മുനിസിപ്പാലിറ്റികളിൽ LDF മുന്നേറുന്നു, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF മുന്നേറുന്നു. അങ്ങനെ എല്ലാ എടുത്ത് മുന്നേറുമ്പോൾ കോർപ്പറേഷനുകളിൽ മാത്രമാണ് പക്ഷേ ചെറിയ ഒരു വ്യത്യാസമുള്ളത്. അവിടെയും പക്ഷേ LDFിന് തന്നെ കുറച്ചുകൂടി മേൽക്കൈയുണ്ട്. കൊല്ലത്തും കൊച്ചിയിലും ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് മാത്രം NDA ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷനുകളിൽ കോഴിക്കോട് LDFിന് ആണ് ലീഡ്. കണ്ണൂർ കോർപ്പറേഷനിൽ LDF 1, UDF 1 എന്ന നിലയിൽ പോകുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ 23 ഇടത്ത് LDF, 11 ഇടത്ത് UDF, 5 ഇടത്ത് NDA. കോഴിക്കോട് കോർപ്പറേഷനിൽ 23 ഇടത്ത് LDF, 11 ഇടത്ത് UDF, 5 ഇടത്ത് NDA എന്ന നിലയിലേക്ക് പോകുമ്പോൾ വലിയ ലീഡിലേക്ക് കോഴിക്കോട് എന്നതാണ് പറയുന്നത്. 23 ഇടത്ത് LDFിന്റെ മുന്നേറ്റം, 11 ഇടത്ത് UDFിന്റെ മുന്നേറ്റം, 5 ഇടങ്ങളിൽ മാത്രമായി NDA വരുന്നതാണ് കണ്ടത്. വ്യക്തമായ ആധിപത്യം കോഴിക്കോട് ഉണ്ടാക്കിയിരിക്കുന്നു LDF എന്നതാണ് കാണേണ്ട കാര്യം. 23 ഇടത്ത് വലിയ ലീഡോട് കൂടി തന്നെ LDF മുന്നിട്ട് നിൽക്കുന്നു. കൊല്ലത്ത് 4 ഇടങ്ങളിൽ LDFും ഒരിടത്ത് UDFും നിൽക്കുന്നതാണ് കാണേണ്ടത്. പക്ഷേ തിരുവനന്തപുരത്ത് ചിത്രം മാറി പറയുകയാണ്. തിരുവനന്തപുരത്ത് NDA വലിയൊരു ആധിപത്യം ഉണ്ടാകുന്നു. തൃശ്ശൂരും NDAയുടെ ആധിപത്യം. അവിടെ UDF 11 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു, 1ാം സ്ഥാനത്തുണ്ട്. രണ്ടാമത് NDA ആണ് 8 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം കോഴിക്കോട്
23-ൽ സർവാധിപത്യത്തോടെ LDF വരുന്നു. ഈ 11 സീറ്റുകളിൽ UDF, 5 ഇടങ്ങളിൽ NDA വരുന്നു. കണ്ണൂർ ഒരിടത്ത് വ്യക്തമായ ആധിപത്യം കാണിക്കാനായി കണ്ണൂരിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. ബാക്കി പല സൂചനകൾ വരുന്നതേ ഉള്ളൂ. കണ്ണൂർ കോർപ്പറേഷൻ എന്തായാലും ശ്രീലേഖ NDAയുടെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റായി NDA കൊണ്ടുവന്നാണ്. പക്ഷേ തിരുവനന്തപുരത്ത് അവർ പിന്നീട് നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ പ്രധാനമായ അല്ലെ വ്യക്തമായ ഒരു ആധിപത്യം നേടിയെടുക്കാനായി LDFന് കഴിഞ്ഞു എന്നതാണ് പറയേണ്ട കാര്യം. കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, തലശ്ശേരി, പയ്യന്നൂർ, ഇരട്ടി അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ വലിയൊരു മുന്നേറ്റം LDFൻ്റെതായി ഉണ്ടാവുന്നതാണ് കാണേണ്ട ഒരു കാര്യം. ഗ്രാമപഞ്ചായത്തുകളിൽ 100 LDFും 76 UDFും 6 ഇടങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നതാണ് കാണേണ്ട കാര്യം. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ 5 നെയ്യാറ്റിൻകരയിൽ 5 നെടുമങ്ങാട് 23 അതോടൊപ്പം തന്നെ വർക്കലയിൽ 6 പരവൂരിൽ 5 LDF മുന്നേറ്റം എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ രീതിയിൽ വലിയൊരു ആധിപത്യം ഉണ്ടാകുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ വ്യക്തമായ ആധിപത്യം LDF, കേരള കോൺഗ്രസിന്റെ ശക്തമായ തട്ടകമായ കോട്ടയത്ത് വ്യക്തമായ ആധിപത്യം LDFന് നേടിയെടുക്കാൻ കഴിയുന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ രീതിയിൽ വലിയ മുന്നേറ്റം അവിടെ കോട്ടയത്തും പാലായിലുമെല്ലാം തന്നെ കാഴ്ചവെക്കാനായി LDFന് കഴിയുന്നു. നഗരസഭകളിൽ വ്യക്തമായ ആധിപത്യത്തിലേക്ക് LDF വരുന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ രീതിയിൽ പത്തനംതിട്ട നഗരസഭയിൽ UDF എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതേസമയം പ്രധാനപ്പെട്ടത് മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ UDFും LDFും തമ്മിലുള്ള പോരാട്ടം ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രം ഒരു വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും വ്യത്യാസമുണ്ടെങ്കിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ 106 LDF ലീഡ് ചെയ്യുമ്പോൾ 81 UDF ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷനുകൾ 4 LDF, 1 UDF, 1 NDA ലീഡ് ചെയ്യുന്നു. അങ്ങനെ കോർപ്പറേഷനുകളിൽ LDFന്റെ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നടക്കുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിൽ കോട്ടയം നഗരസഭയിൽ ഇതുവരെ LDFന് ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരിടത്ത് UDFും 1 UDFുമാണ് NDAയുമാണ് ലീഡ് ചെയ്യുന്നത്. പാലാ നഗരസഭ കേരള കോൺഗ്രസിന്റെ സ്വന്തം തട്ടകം, കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വന്തം തട്ടകമായ പാലാ നഗരസഭയിൽ LDF ലീഡ് തുടരുന്ന കാഴ്ച കാണുമ്പോൾ കളമശ്ശേരി, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ LDF 10 നോർത്ത് പറവൂരിൽ 2 അങ്ങനെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. തൃശൂർ കോർപ്പറേഷനിൽ UDF ലീഡ് ഉയർത്തുന്നു. തൃശൂർ കോർപ്പറേഷനിൽ UDF ലീഡ് 12 ഉയർത്തിയപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഒരിടത്ത് മാത്രമാണ് ഇപ്പോൾ അവിടെ അറിയാൻ കഴിയുന്നത്. 1 LDF ലീഡ് ചെയ്യുന്നു. ബാക്കി എല്ലായിടത്തും UDF 0-0 എന്ന നിലയിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ വിവരമെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 76 സീറ്റുകളിൽ 23 ഇപ്പോൾ LDFന്റെ മുന്നേറ്റമാണ്. 11 UDF, 5 NDA ആണ് മുന്നേറുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ 56 വാർഡുകളിൽ 1 വാർഡിൽ ഇപ്പോൾ LDFന്റെ മുന്നേറ്റമുണ്ട്. LDF ആണ് കണ്ണൂർ കോർപ്പറേഷനിൽ ലീഡ് ചെയ്യുന്നത്. അതേസമയം മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം UDFന്റെ ഒരു കോട്ടയാണ്. അവിടെ 6 മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ